അസ്സലാമു അലൈക്കും. ഇന്നിപ്പോ ഒരു നോമ്പിനേക്കുള്ള നമുക്ക് കഴിക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും കഴുകലും ഉണക്കലും ഒക്കെ ആയിട്ട് മുളക്, മല്ലി ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇത് പട്ടയാണ് കേട്ടോ. കറുവപ്പട്ട ഉണ്ടല്ലോ, അത് നാടനാണ് കേട്ടോ. അതാണ് ഇത്ര ഇങ്ങനെ കട്ടില്ലാതെ. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കറുവപ്പട്ടൻ്റെ മരം ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് തോല് വെട്ടിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഇത്. നാടൻ കറുവപ്പട്ടയാണ് കേട്ടോ. ഇതൊക്കെ കഴുകല്, ഉണക്കല്, മുളക്, മല്ലി, മഞ്ഞള്, നാടൻ മഞ്ഞള് ഒക്കെ കഴുകല്, ഉണക്കല്, പിന്നെ മല്ലിയിലൊക്കെ എന്താ കൂട്ടല് ഒക്കെ എല്ലാം കൂടെയുള്ള എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ നാടൻ കറുവപ്പട്ടക്ക്. നമ്മൾ പിടിയെന്ന് വാങ്ങുന്ന ഇതും പോലൊന്നുമല്ല, നല്ല നാടൻ സാധനമാകുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പം ഇനിയിപ്പോൾ നമ്മളന്ന് നാടൻ മഞ്ഞൾ പുഴുങ്ങാതെ ഉണക്കുന്ന രീതിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ മഞ്ഞളൊക്കെ ഉണക്കാട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ നിങ്ങൾ? ഇതാ ഉണങ്ങിയപ്പോൾ നാടൻ മഞ്ഞൾ ഒക്കെ അവസ്ഥ ഇതാണ്. കുറച്ചേ ഉള്ളൂ, കുറഞ്ഞു പോയി. ഇത് നമ്മൾ ആ പച്ച എടുത്തിട്ട് നമ്മൾ അന്ന് കഴുകി കട്ട് ചെയ്ത് ഒക്കെ ഇടുമ്പോൾ കുറേ ഉണ്ടായിരുന്നല്ലോ. ഉണങ്ങുമ്പോൾ ഇത് ഒക്കെ കുറച്ചായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പറ്റ കുറഞ്ഞു പോകും ഉണങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക്. നമ്മളിത് വിളവെടുത്ത ടൈമിലും നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഇത് കുറേ ഉണ്ടാവും. കുറേ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞല്ലോ, ഒരാഴ്ചത്തെ ഉണക്കൊക്കെ ആയി. എന്നിട്ട് ഫുള്ള് ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഇനി ഒരു മൂന്നാല് ദിവസം കൂടി ഉണങ്ങേണ്ടതേ ഉള്ളൂ കേട്ടോ. ഇതെന്താ വിചാരിച്ചാൽ നമ്മളിത് പുഴുങ്ങാത്തതിന് കൊണ്ടാണ് കേട്ടോ. ഇതാ ഈ അവസ്ഥയിലുള്ള മഞ്ഞളാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. ഉണങ്ങിയപ്പോൾ ഇതിൻ്റെ ഗ്ലാമറും ഒക്കെ പെട്ട് ചുക്കി ചുളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാഴ്ച ഇപ്പം ഉണക്കി പുഴുങ്ങാതെ ഉണക്കുന്നതിൻ്റെ ഉണക്ക എത്ര വരും എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തരാണേ. ഒരു 1.5 ആഴ്ചയൊക്കെ എന്തായാലും എടുക്കാൻ മതിയാവും കേട്ടോ. അന്ന് ഞങ്ങൾ മുകളിൽ കൊണ്ടുപോയിട്ടതാണ്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പോയി നോക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ മഞ്ഞൾ കുറച്ചേ ഉള്ളൂ, നല്ലോണം കുറഞ്ഞു പോയിട്ടുണ്ട്. ഉണങ്ങിയപ്പോൾ നല്ലോണം കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇനി മുളക് കഴുകുന്ന മുളക് ആദ്യം നമ്മൾ പെറുക്കിയിട്ടാണല്ലോ നമ്മൾ പെറുക്കി അതിൻ്റെ ഉള്ള അഴുക്കും ഇതൊക്കെ പോക്കി കല്ല് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോക്കിയിട്ട് നമ്മൾ നല്ലോണം കഴുകുകയാണല്ലോ ചെയ്യുക. ഞാൻ നല്ലോണം ബക്കറ്റിൽ ഇട്ടിട്ട് നല്ലോണം ഒലുമ്പി കഴുകും കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ നല്ലോണം പിടിച്ച് കിടക്കുന്നുണ്ടാവും ചളി. അപ്പോൾ നല്ല വെയിലുള്ളപ്പോഴാണെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ലോണം നല്ല രീതിയിൽ തന്നെ നല്ലോണം ഇതിലിങ്ങനെ ഇട്ടിട്ട് ബക്കറ്റിലോ അല്ലെങ്കിൽ ചെമ്പട്ടിയിലോ ഒക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകിയെടുക്കുക തന്നെ ചെയ്യും കേട്ടോ. ഇനി അഥവാ വെയിലില്ലാത്ത ടൈമാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ കഴുകൽ. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പണിയെന്ന് വിചാരിച്ചാൽ വെയിലില്ലാത്ത ടൈമിൽ ഞങ്ങൾ പുകയില്ലാത്ത അടുപ്പുണ്ടല്ലോ, അതിൻ്റെ മുകളിലിട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഉണക്കുക. അങ്ങനെ ആകുമ്പോൾ 2 ദിവസം മാത്രം ഉണക്കിയാൽ മതി കേട്ടോ. അതാണ് ഇതിനേക്കാളും പെട്ടെന്ന് കഴിയാമെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല വെയിലുള്ളപ്പം 2 വെയിൽ കിട്ടിയാൽ മതി. അതേപോലെ തന്നെ നമുക്ക് അടുപ്പിൻ്റെ മുകളിലിട്ടിട്ട് നല്ലോണം പോലെ ഉണക്കിയെടുക്കാൻ കഴിയും കേട്ടോ. മഴക്കാലത്ത് നമ്മളിത് മുളക് കഴുകിയിട്ട് ചീഞ്ഞ് പോയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കുക, നമുക്ക് ബേജാറാവൊന്നും വേണ്ട. അത് ഉണങ്ങൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇത് ഇന്നത്തെ വെയിലിന് ഒരു 3/4 ഭാഗം ഉണക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നാളെ ഒരു 1/4 ഭാഗം കൂടെ ഉണങ്ങേണ്ടതേ ഉള്ളേ. ഇതാണ്ടില്ല ഇതിലുള്ള അഴുക്കുകൾ, നല്ലോണം അഴുക്കുണ്ടാവും മുളകിലും മല്ലിയിലും ഒക്കെ. ഇതൊക്കെ ഒന്ന് പരത്തിയിടാണ് കേട്ടോ. പരത്തിയിട്ടുണ്ട്, വല ഇട്ടിട്ടുണ്ട് കേട്ടോ മുകളിൽ. ഇതിലിവിടെ പ്രാവുണ്ട്, അമ്പലപ്രാവുണ്ട്. അത് വന്നിട്ട് ഈ മുളകൊക്കെ കൊത്തി അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ എടുക്കുന്ന പണിയാണ് കേട്ടോ ഇവർക്ക്. അപ്പോൾ എടുക്കണ്ട വിചാരിച്ചിട്ട് വല ഇട്ടതാണ്. ഒക്കെ ഒന്ന് ഇളക്കിയിടാൻ വേണ്ടി വന്നതാണ് ഞാൻ. മല്ലി നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഞങ്ങൾ മല്ലിയിൽ കറിവേപ്പില, കറുവപ്പട്ട, പിന്നെ കറുവപ്പട്ടൻ്റെ ആ ഇല ഉണ്ടല്ലോ, ആ ഇല അതൊക്കെ നമ്മൾ അതിൽ കൂട്ടും കേട്ടോ. ഏലക്കായ, ഇതൊക്കെ കറിവേപ്പില കേട്ടോ.
ഇതൊക്കെ കഴുകുമ്പോൾ തന്നെ പച്ച കറിവേപ്പില അതിലേക്ക് ഇട്ടപ്പോൾ ഇതാ ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഉണങ്ങി നല്ലവണ്ണം ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ മഞ്ഞൾ ഞങ്ങൾ ഇതിൽ കൂട്ടലില്ല. മഞ്ഞൾ പൊടിച്ചതിൻ്റെ ശേഷം ആ മില്ലിലേക്ക് ഇട്ടിട്ട് മല്ലി പൊടിക്കുമ്പോൾ അതിൽ മഞ്ഞളായി വരുമല്ലോ. ഇത് പെരുംജീരകമാണ്. ഒക്കെ 3/4 ഭാഗം ഉണക്കായിട്ടുണ്ട് കേട്ടോ മുളകൊക്കെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആയിരം ഒന്ന് ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക ഒക്കെ ചെയ്യാം കേട്ടോ. അസ്സലാമു അലൈക്കും.